ഇതുപോലത്തെ മണ്ണായാലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അത്രക്കും പവർ ഉണ്ട് ഇത്. കണ്ട കല്ല് മണ്ണ് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതാടാ ഇതാണ്ട സ്ക്രൂ ഒക്കെ വലിച്ചെടുക്കണ്ട. ഇതാണ്ട എല്ലാം ഇതിലുണ്ട്. നമുക്ക് ഇതിന്റെ എടുത്തിട്ട് ഇതങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊട്ടി കളഞ്ഞാൽ മതി. നമ്മൾ അടുത്തത് കാണിക്കുന്നത് ഒരു ഗ്രാസ് കട്ടറാണോ. നമ്മൾ പുല്ലൊക്കെ ശരിക്കും ഇതൊരു ഓൺലൈൻ ഷോപ്പ് തന്നെയാണല്ലേ? അതായത് നിന്റെ മൈൻഡിലേക്ക് വരുന്നത് എന്താണെന്ന് പറയുന്നത്, ഇതൊരു ഫ്ലിപ്കാർട്ട് ആണോ മീഷോ ആണോ അങ്ങനെയൊക്കെ? ഇത് അതിനേക്കാളും നല്ല സാധനമാണ്. ഇതിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെറിയ മിക്സ് തീർച്ചയായിട്ടും ഒരു വീട്ടിലേക്ക് വേണ്ട സാധനമാണ്. ഇതൊരു നല്ല പ്രോഡക്റ്റ് ആട്ടോ. ഇപ്പൊ നമ്മള് സ്കൂളൊക്കെ ലീവ് വരുന്നുണ്ട്, അതുമല്ലാതെ ഫെസ്റ്റിവലായി ഇനിയിപ്പോ അങ്ങനെ വരുമ്പോഴൊക്കെ പുറത്തൊക്കെ പോകും. അപ്പൊ അങ്ങനെ ഫുഡൊക്കെ തയ്യാർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സാധനം. അതേപോലെ ട്രക്കിങ്, ടൂ വീലറൊക്കെ ട്രക്കിംഗ് ഒക്കെ പോണവർക്കൊക്കെ യൂസ് ചെയ്യാം. കാരണം ഇതൊരു വെയിറ്റ്ലെസ് ആണ് സാധനം, ഓട്ടോമാറ്റിക് ആണ്. അങ്ങനെ കത്തിക്കോളും, ലൈറ്റർ ഒന്നും വേണ്ട. അല്ലെ ഫ്രണ്ട്സ്, ഞാൻ ഇന്നുള്ളത് നമ്മുടെ കോയമ്പത്തൂർ ഗാന്ധിപുരം KRS ലൈഫ് ലൈനിലാണ്. അപ്പൊ ഞാൻ ഇവിടെ വന്നിരിക്കുന്ന ഹോം അപ്ലയൻസിന്റെ ഒരു ഷോപ്പിലാണ്. നമ്മുടെ വീട്ടിലേക്കുള്ള എല്ലാ ഐറ്റംസും ഉപ്പ് തൊട്ട് കർപ്പൂരം എന്ന് പറയുന്ന പോലെ എല്ലാ ഹോം അപ്ലയൻസും ഈ ഷോപ്പിൽ തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഒന്ന് മെസ്സേജ് അയച്ചാൽ കൊറിയറായിട്ട് വീട്ടിൽ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ അതിനകത്തൊക്കെ കാണുന്ന ഐറ്റംസിൽ ഓൺലൈനായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന പല ഐറ്റംസും, പലയെന്നല്ല എല്ലാ ഐറ്റംസും ഈ ഷോപ്പിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതാണ് ഈ ഷോപ്പിന്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം കാണണേ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഐറ്റംസ് ഒക്കെ നമ്മൾ കണ്ടതായിരുന്നു. അതിനും ഇപ്പൊ പുതിയ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ കുറച്ച് ചെറിയ ചെറിയ ഐറ്റംസ് അപ്ഡേഷൻ ഒക്കെ ഉണ്ട്. ഇനിയും കുറെ വരാനിരിക്കുന്നുണ്ട്. അതെ, നിങ്ങൾ വല്ലതും ഓൺലൈനിൽ കണ്ടാലും എടുത്തിട്ടാ നമുക്ക് തരാൻ പറ്റും. കാരണം ആഴ്ചക്ക് മാറിക്കൊണ്ടിരിക്കും ഐറ്റംസ്, അതുകൊണ്ട് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് പരിചയപ്പെടാലോ. ഓക്കെ. ഇതിപ്പോ നമ്മൾക്ക് ആദ്യമായിട്ട് നമ്മൾ കാണിക്കണത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് കേരളത്തിൽ ഒരുപാടില്ലതാ. ജലദോഷം പിന്നെ പനിയും ഒക്കെ ഉള്ളതാണ്. നെഞ്ഞ് ചീരപ്പൊക്കെ ആയിട്ട് കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടില്ല. സോ നമ്മൾ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയാലും നമുക്കൊരു സ്ട്രീം ചെയ്യണമെങ്കിൽ തന്നെ 150-200 രൂപ നമ്മളോട് കൊടുക്കണം. പിന്നെ ഡോക്ടർ ഫീസ് കൊടുക്കണം. നെബുലൈസേഷൻ ചെയ്യാനൊക്കെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് നമ്മൾ നെബുലൈസേഷൻ ചെയ്യാനെല്ലാം ഒരു നല്ലൊരു സംവിധാനമാണിത്. ഇതിലൊന്ന് വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് അതുപോലെ മിഷൻ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മൾ കുട്ടികൾ കയ്യിൽ പിടിച്ച് അവരെന്നെ ചെയ്യാൻ പറ്റുന്ന, കാരണം ചൂടൊന്നും വരില്ല. ചൂടില്ലാതെ നമുക്ക് സ്റ്റീമായിട്ട് വരുന്നതാണിത്. ഇത് മാസ്ക് ഉണ്ട്, അതിനുള്ള സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. അതെ, ഇതിപ്പോ നമ്മള് ഡയറക്റ്റ് ഇതിൽ പിടിക്കുകയാണെങ്കിൽ ഡയറക്റ്റ് ഇപ്പൊ വലിയവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് നെഞ്ചിൽ ചീരാപ്പൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇതിങ്ങനെ വെച്ചിട്ട് നമ്മള് കറക്റ്റ് മൗത്തിൽ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പിടിക്കാം. ജസ്റ്റ് ഇതിങ്ങനെ ഓൺ ചെയ്താൽ മതി. നമുക്ക് ഇതുപോലെ അങ്ങനെ വരും, കണ്ട ഇതുപോലെ സ്റ്റീം വരും. നമ്മളിങ്ങനെ ഒന്ന് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിന്റെ മേലെ ഈ ടോപ്പ് ഊരിയിട്ട് ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇപ്പൊ യൂക്കാലിപ്സ് ഉണ്ട്, യൂക്കാലിപ്സ് ഇതിടുക. പിന്നെ ടാബ്ലറ്റ്സ് ഉണ്ട്, അത് വേണമെങ്കിൽ അത് മേടിച്ചത് ചെയ്യുക. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ എല്ലാം യൂസ് ചെയ്യുന്ന ലിക്വിഡാണ്. ആ ലിക്വിഡ് മേടിച്ച് കഴിഞ്ഞാൽ ഒരു 2 ഡ്രോപ്പ് അതിൽ ഇട്ടാൽ മതി. പിന്നെ യൂക്കാലിപ്സ് നാച്ചുറൽസ് വേണമെങ്കിൽ അത് എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ എന്ത് വേണോ അതനുസരിച്ച് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാം. ഇതിൽ വന്നിട്ട് ഇതിൽ 2 മാസ്ക് വരുന്നുണ്ട്. ഇപ്പൊ ഇതിൽ വന്നിട്ട് ഇത് വേണ്ട, ഈ അറ്റാച്ച്മെന്റ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഊരിട്ട് കുട്ടികൾക്കുള്ള മാസ്ക് ഇതിൽ തയ്ച്ചിട്ടുണ്ട്, വലിയവർക്കുള്ള 2 മാസ്ക് ഇതിലുണ്ട്. നമുക്ക് വലിയ ആളുകൾക്ക് ഇത് ചെറിയ കുട്ടികൾക്ക്. ഇപ്പൊ കുട്ടികളെ കയ്യിൽ ഇങ്ങനെ കൊടുത്താൽ മതി. ഇത് എന്താ ഇതിലിങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അമർത്തി കൊടുത്താൽ മതി. ഇത് സിലിക്കോൺ ആണ്, സോ ഫ്ലെക്സിബിൾ ആണ്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കയറിക്കോളും. ഇതിലിങ്ങനെ പിടിക്കാം. ഇതില് 2 മോഡലുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ മാസ്ക് ഇങ്ങനെ ആകുമ്പോ ഇതിങ്ങനെ നമ്മള് മൂക്കിലിട്ടിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. കുട്ടികളെ അടുത്ത് കൊടുത്താൽ അങ്ങനെ അരമണിക്കൂർ അവർ ഇരുന്നോളും. ഇതില് രണ്ട് ലൈറ്റ് ആയിട്ട് കത്തുമ്പോൾ കുറച്ച് സ്റ്റീം കൂടുതൽ വരും. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഒരു ലൈറ്റ് ബ്രൈറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ സ്റ്റീം കുറച്ച് ഒരു 4, 5, 3 വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടികളൊക്കെ പിടിക്കണമെങ്കിൽ അവർക്ക് ശ്വാസം വിടാനും വയ്ക്കാനും ഒരു സൗകര്യക്കുറവ് ഉണ്ടാവും. അപ്പൊ അത് വന്നിട്ട് സ്റ്റീം കുറവായിട്ടും നമ്മൾക്ക് വെക്കാം, അപ്പൊ കൂടുതലായിട്ട് നമുക്ക് വെക്കാം. ഇത് ബ്ലിങ്ക് ആകുമ്പോൾ ഞങ്ങൾക്ക് ഓഫ് ആവുന്ന അർത്ഥം, ഓഫ് ആവും ചെയ്യാം. നമുക്ക് ഇതുപോലെ 3 മോഡുണ്ട് കണ്ടാ. ഇത് വന്ന് കൂടുതലായിട്ട് വരും, പോകും തോറും ഇത് കുറച്ചായി വരും. പിന്നെ ഇത് ഓഫ്. 3 മോഡ് ഇതിലുണ്ട്. ജസ്റ്റ് ഇതില് ചെറിയവര് വലിയവര് കുട്ടികളെല്ലാം പിടിക്കാം. അപ്പൊ വയസ്സായവർക്കൊക്കെ വേണമെങ്കിൽ ഡയറക്റ്റ് നെഞ്ചിലേക്ക് വേണമെങ്കിലും ഇറക്കാം. ഇതിലൊക്കെ ഉണ്ട്. നമുക്കിത് പുറത്ത് റേറ്റ് 450-500 വരെ റേറ്റ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ തരുന്നത് വന്നിട്ട് 290 രൂപയാണ്. 290 രൂപ ഇപ്പൊ ഓഫറിൽ നമ്മൾ തരുന്നത് വിത്ത് ഫ്രീ ഡെലിവറിയോടാണ് തരുന്നത്. കാരണം ഇതിപ്പോ നമ്മൾ തമിഴ്നാട്ടിൽ നിന്ന് അയക്കണത്. കേരളത്തിലായാലും ഫ്രീ ഡെലിവറി ആണ്. കേരളം, തമിഴ്നാട്, കർണാടക. പൈസ കൂടുതലാണ്, ഡെലിവറി ഒന്നും ഉണ്ടാവൂല. അതെ, ചാർജ് എടുക്കും. ഓൺലൈൻ ആകുമ്പോൾ തീർച്ചയായിട്ടും 30-40 ചാർജ് ഉണ്ടാവും, ഡെലിവറിക്കുള്ള ചാർജ് ഉണ്ടാവും.
പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു 7 റുപ്യ ചാർജ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ കൂടെ കൂടിയിട്ട് വരുമ്പോൾ ഒരു 50 റുപ്യ എക്സ്ട്രാ റൗണ്ട് ആക്കും ഇല്ല ഡിസ്പ്ലേ റേറ്റിനേക്കാളും. ഇപ്പൊ നമ്മളതിൽ അങ്ങനൊന്നും ഇല്ല, നമ്മൾ പറയുന്ന റേറ്റ് തന്നെ വിത്ത് ഡെലിവറിയോട് കൂടിയിട്ട്, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇനി എന്താ കാണിക്കാനുള്ളത്? ഇനി നമുക്ക് ഒരു നല്ല വാക്യൂം ക്ലീനർ കാണാം നമുക്ക്. കാരണം കാറിലേക്കാകട്ടെ വീട്ടിലേക്കാകട്ടെ, ഇപ്പൊ നമ്മള് പോർട്ടിക്കോല് സോഫ ഒക്കെ ഉണ്ടാവും ഹാളില്, നമുക്ക് ഹാളിൽ ഇരുന്നിട്ടൊക്കെ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കുട്ടികളൊക്കെ കഴിച്ചാൽ നമ്മൾ കുട്ടികൾ കഴിക്കണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾക്ക് നല്ലൊരു വാക്യൂം ക്ലീനർ പെട്ടെന്ന് എടുത്താണ്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു വാക്യൂം ക്ലീനർ ഉണ്ടെങ്കിൽ ആ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് അതെ, കാറിലാണെങ്കിലും ശരി എവിടെയാണെങ്കിലും നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്യൂം ക്ലീനേഴ്സ് ആണ് ഇപ്പൊ കാണുന്നത്. ഇപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഇത് ടൈപ്പിലൊരു വാക്യൂം ക്ലീനർ ഉണ്ട്. ഇതൊരു മിനി വാക്യൂം ക്ലീനർ ചെറുതാണ്, പക്ഷെ ഇതിൽ വന്നിട്ട് വാക്യൂം പവർ കുറച്ച് കുറവേ ഉണ്ടാവുള്ളൂ. പേപ്പർ പോലത്തെ കുറച്ച് ഡസ്റ്റുകൾ, ഫൈൻ ഡസ്റ്റുകളൊക്കെ എടുക്കാം. ഇത് വന്നിട്ട് 300 റുപ്യ ഉള്ളൂ. 300 രൂപ ഉള്ളൂ. ഇപ്പൊ നമ്മളെ ഓഫറിൽ 500 റുപ്യ റേറ്റ് ഉണ്ട് ഓൺലൈനില്. ഇവിടെ ഇപ്പൊ 300 റുപ്യ ഉള്ളൂ കേട്ടോ. ഇത് വന്നിട്ട് റീചാർജബിൾ ആണ് സാധനം. ഇതില് വന്നിട്ട് ഒരു ഏകദേശം ചെറിയ പൊടികളൊക്കെ എടുക്കാം. നമുക്ക് ഇതിനേക്കാളും കൂടുതൽ നല്ല ഹെവി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് ആക്ച്വലി എന്നിട്ട് 2200 വിലയിലാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ തരുന്നത് 1290 റുപ്യാണ്. വളരെ കുറഞ്ഞ റേറ്റ് ആണിത്. നിങ്ങൾക്ക് ഓൺലൈനിൽ ഇത് അവൈലബിൾ ഉണ്ട്. ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ മേടിച്ചാലും മതി. കാരണം ഇതില് 3 ക്വാളിറ്റി ഉണ്ട്. അതെ, ഇതില് 3 ക്വാളിറ്റി ഉണ്ട്. നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് മേടിച്ചോളി. എല്ലാവരും ചെയ്യണ കാര്യമാണല്ലോ അത്. അതുകൊണ്ട് ഇപ്പൊ ഇത് നല്ലൊരു ഐറ്റം ആണ്, സൂപ്പർ ഐറ്റം. നമുക്ക് വീട്ടിലേക്ക് ആയിക്കോട്ടെ അല്ല കാറിലേക്ക് ആയിക്കോട്ടെ വളരെ യൂസ്ഫുൾ ആണ്. ഇത് ഇച്ചിരി പവർ കൂടിയതാണ്. വിത്ത് വാറന്റി ഉണ്ട് കേട്ടോ. ഇതിന് 1 വർഷം റീപ്ലേസ്മെന്റ് നമ്മൾ തരുന്നുണ്ട്. 1 കൊല്ലത്തിൽ ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഞാൻ പുതിയത് മാറ്റി തരാം. ആ വാറന്റി ഉണ്ട്. ഇപ്പോൾ ഇവിടെ മേടിക്കുമ്പോൾ ആ റീപ്ലേസ്മെന്റ് വാറന്റിയോട് കൂടിയാണ് തരുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ഇതിൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഇതിന്റെ അറ്റാച്ച്മെന്റ് ആണ് വരുന്നത്. അറ്റാച്ച്മെന്റ് ഉണ്ട്, അഡാപ്റ്റർ ഉണ്ട്, ബാറ്ററി 10,000 ആംസിന്റെ ബാറ്ററിയാണ് വരുന്നത്. അതേപോലെ ഈ അറ്റാച്ച്മെന്റ് ഒക്കെ ഇതോടൊപ്പം വരുന്നതാണ്. അഡാപ്റ്റർ ഉണ്ട്, അഡാപ്റ്റർ, അറ്റാച്ച്മെന്റ്, ബ്രഷിങ് എല്ലാം ഉണ്ട് ഇതില്. ഞാൻ അതിലിപ്പോ കുറച്ച് സാധനം കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ ഇതെടുത്തിട്ട് ഇതിലങ്ങോട്ട് ഫിക്സ് ചെയ്താൽ മതി. അത്ര തന്നെ ഉള്ളൂ. ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഉള്ളില് ഡസ്റ്റ് വരുന്നത് ഇതിൽ കണക്ട് ആവും, ഉള്ളിലേക്കൊന്നും പോകൂല. അതിന്റെ ഫിൽറ്റർ ഒക്കെ ഉണ്ട്. ഈ ബാറ്ററി വന്നിട്ട് നമുക്ക് ഇതില് ഫിക്സ് ചെയ്യാം. അതേപോലെ ഈ റെഡ് ലൈറ്റ്, റെഡ് ഇങ്ങനെ അമർത്തിയിട്ട് ബാറ്ററി ഇങ്ങനെ വലിച്ചാൽ മതി. ഇതിങ്ങനെ ഊരിയാലും മതി, വലിച്ച ഊരാ. പിന്നെ അതേപോലെ അഡാപ്റ്റർ, ചാർജർ ഇടുന്നത് ഇവിടെയാണ് ഹോൾഡ് ചെയ്യുന്നത്. ഈ ചാർജർ ഇതിലാണ് കുത്തേണ്ടത്, ഇതിലാണ് കുത്തേണ്ടത്. അഡാപ്റ്റർ ഇതിൽ വരും, നമ്മൾ അതിൽ കുത്തിയാൽ മതി. ജസ്റ്റ് ഇത് ഓൺ ചെയ്തിട്ട്, ഇതിപ്പോ നമ്മള് ഇങ്ങനത്തെ മണ്ണ് ഇത് കണ്ട, ഇതുപോലത്തെ മണ്ണായാലും നമുക്ക് ഈസി ആയിട്ട് എടുക്കാം. അത്രക്കും പവർ ഉണ്ട് ഇത്. കണ്ട, കല്ല്, മണ്ണ് ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതണ്ട വരുന്നുണ്ട. അതൊക്കെ ഉള്ളിൽ കണക്ട് ആവും. ഇതുപോലത്തെ നമ്മൾ എന്ത് വേണമെങ്കിലും നമ്മൾ ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. വലിയ കല്ലുകള്, ചെറിയ കല്ലുകള്, പൊടികള് എല്ലാം ഇതിലെടുക്കാം നമുക്ക് വന്നിട്ട്. അതേപോലെ നമ്മൾ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. നമുക്ക് പോണത് തിരിച്ച് നമുക്ക് വരില്ല. ഇതിൽ അറ്റാച്ച്മെന്റ് ഉണ്ട്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് അത് എടുത്തു വെക്കും. ഇത് കണ്ട, ഇപ്പൊ ഇതിൽ വന്നിട്ട് നമുക്ക് കണക്ട് ആയത് നമ്മൾ ഇതിൽ ഇങ്ങനെ എടുക്കാം. ഇതിൽ കാണാൻ പറ്റും, ഇതിൽ കൂടി കാണാൻ പറ്റും. ഇത് എടുത്തിട്ട് ഇതണ്ട, ഈ ഫിൽട്ടർ ഇതണ്ട് വലിച്ചാൽ മതി. ഇതിൽ പൊടി ഡസ്റ്റുകൾ ഉണ്ടാവും. ഇതിങ്ങനെ പുറത്തിങ്ങനെ തട്ടി കൊടുത്താൽ മതി. ഇങ്ങനത്തെ ഫൈൻ ഡസ്റ്റ് ഒക്കെ ഇതിന്റെ ഉള്ളിലേക്ക് പോകും. ഇതിങ്ങനെ തട്ടി ഇത് വളരെ പൊടിയായിട്ടുള്ള ഡസ്റ്റുകൾ. ഇത് കണ്ട, നമ്മൾ എടുത്ത ഡസ്റ്റ് കണ്ട, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. അതുപോലത്തെ നല്ല നല്ല ശല്യ കല്ലുകളടക്കം നമുക്ക് ഇതിൽ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് ഇത് മാത്രല്ല, ഇപ്പൊ നമ്മളിതില് കാരണം ഇങ്ങനത്തെ നെറ്റ് ബോൾട്ടുകളൊക്കെ നമുക്ക് താഴെ കിടക്കുന്നുണ്ടാവും ചെറുതൊക്കെ. ഇപ്പൊ നമ്മൾ അറ്റാച്ച്മെന്റ് ഇങ്ങനത്തെ വലിയ അറ്റാച്ച്മെന്റ് ആണ്. വലിയ സ്ക്രൂ ഒക്കെ എടുക്കും. നമ്മളിപ്പോ ഇട്ടിരിക്കുന്നത് ചെറിയ അറ്റാച്ച്മെന്റ് ആണ്. ഈ അറ്റാച്ച്മെന്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് ഉള്ളിൽ പോണതൊക്കെ ഇതിലെടുക്കും. കണ്ട, ഇത് കണ്ട, വേണ്ട സ്ക്രൂ ഒക്കെ വലിച്ചെടുക്കണ്ട. സ്ക്രൂ ഒക്കെ എടുക്കാനില്ല, അത്രക്കും ഇത് കപ്പാസിറ്റി ഉണ്ട്. കണ്ട, ഇത് ഉണ്ടായാൽ മതി. ഇതില് നമുക്ക് ഈ ഒരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മള് ഒരുപാട് ദിവസമായി ഒരു ഡ്രസ് അനലൈസിങ് ബോക്സ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുകളില് ഫുള്ള് ഡസ്റ്റ് ഉണ്ടാവും. ആ ഡസ്റ്റ് നമ്മൾ തട്ടിയാലേ പോവുള്ളൂ. തട്ടാതെ വലിച്ചെടുത്താലൊന്നും വരില്ല. അങ്ങനെ തട്ടുമ്പോഴേ പോവുള്ളൂ. അങ്ങനത്തെ ഡസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ
ഇതാണ്ടാ ഇതെന്റെ മുന്നിൽ വെച്ചു കൊടുത്താൽ മതി. ഇപ്പൊ നമ്മളെ സോഫയിലായാലും ചിലപ്പോ നമ്മളെ സ്നാക്സ് ആയിട്ട് എണ്ണ കൂടുതലുള്ള സ്നാക്സ് പെട്ടെന്ന് വലിച്ചാലും വരില്ല. വലിയ പപ്പടം പോലത്തെ സാധനങ്ങൾ പൊടിച്ചിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് ഒട്ടി നിൽക്കും. അപ്പൊ അങ്ങനത്തെ ഒക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ബ്രഷ് കൊണ്ട് വെച്ചു കൊടുക്കാം. അപ്പൊ ഇതിൽ വന്നിട്ട് നമ്മൾ ഈ ബ്രഷിൽ ഇങ്ങനെ ബ്രഷ് ചെയ്താലും മതി, അതിങ്ങനെ വലിച്ചോളും. കണ്ട ഫൈൻ ഡസ്റ്റ് ഒക്കെ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ മാറാലൊക്കെ പിടിച്ചത് അതൊക്കെ ഉണ്ടെങ്കിൽ സൈഡിലുള്ള മാറാലൊക്കെ എടുക്കണമെങ്കിൽ ഈ ബ്രഷ് ആയിട്ട് വെച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. എല്ലാ ബോൾട്ടും കണ്ട ബോൾട്ടൊക്കെ വലിച്ചെടുക്കും. അതെ, ഇങ്ങനത്തെ ബോൾട്ടുകളൊക്കെ എടുക്കും ഇത്. ഇത് നല്ല പവറാണ്. ഇനി നമ്മൾ ഇതിലിപ്പോ ഒരു 50% ചാർജ് ഉള്ളൂ. ഇത് ഇനി നമ്മൾ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നല്ല ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് വലിച്ചെടുക്കാൻ പറ്റും. വേണ്ട അതൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും. ഇതാണ്ട എല്ലാം ഇതിലുണ്ട്. നമുക്ക് ഇതിന്റെ എടുത്തിട്ട് ഇതങ്ങനെ പുറത്തു കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊട്ടിക്കളഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? എല്ലാം നമുക്ക് ഇതിൽ അബ്സർവ് ചെയ്തെടുക്കാം. 1290 രൂപ വിത്ത് ഡെലിവറി ഫ്രീ ആണ്. 1 ഇയർ വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി ഉണ്ട്. നല്ല യൂസ്ഫുൾ ആയ ഒരു പ്രോഡക്റ്റാണ്. കാരണം നല്ല ഡസ്റ്റ് വലിച്ചെടുക്കാൻ നല്ല കപ്പാസിറ്റിയോട് കൂടി ഒരു 50 ഗ്രാമിന്റെ 100 ഗ്രാമിന്റെ ഡസ്റ്റ് ആയാലും ഉള്ളിൽ എടുക്കാൻ പറ്റിയ ഒരു ഇതാണ്. അത്രത്തോളം നമുക്ക് ഡ്രസ്സ് വലിച്ചെടുക്കാൻ പറ്റുന്നതാണ്. മാത്രം അതുമല്ലാതെ ഇതിന്റെ ബാക്ക് സൈഡിലെ അറ്റാച്ച്മെന്റ് ഇത് ബാക്ക് സൈഡ് ഉണ്ടാ, ഈ ബാക്ക് സൈഡിൽ ഇത് വെച്ചു കൊടുത്താൽ മതി. അപ്പൊ ഇത് ഫ്രണ്ട് സൈഡ് അറ്റാച്ച്മെന്റ്. ഇത് നമുക്ക് ഷക്കിംഗ് പവർ. ഇത് വന്നിട്ട് ബ്ലോയർ ആണ്. ഇപ്പൊ ഇതിൽ നമുക്ക് ഇത് വെച്ചു കൊടുക്കുമ്പോ ഇതിൽ ബ്ലോയർ നമ്മൾ ഡസ്റ്റ് അങ്ങോട്ട് തള്ളണ ഇതണ്ട, അങ്ങോട്ട് തള്ളണ ടൈപ്പ്. ഞാൻ കുറച്ചേ തള്ളി കാട്ടുന്നുള്ളൂ. കണ്ട അതൊക്കെ നമുക്ക് UPS CBUന്റെ ഉള്ളില് സെൻട്രൽ പാസേജ് യൂണിറ്റില് അതേപോലെ ജനലുകളില് നമ്മളായിട്ട് തട്ടിക്കളയണതൊക്കെ ഇങ്ങനെ ബ്ലോയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഷക്കിംഗ് ഉണ്ട്, ബ്ലോയർ ഉണ്ട്, രണ്ടും കൂടെ കൂടിയിട്ടുള്ളതാണ്. അതെ, ഇത് നല്ല യൂസ് ആണ്. നമ്മള് 2500 3000 രൂപ കൊടുത്തിട്ട് വാങ്ങണ്ട. ഇത് വളരെ ഫ്രീ ആയിട്ട് കയ്യിൽ യൂസ് ചെയ്യാം. നമുക്ക് വയർ ആവശ്യമില്ല. ഇത് കുട്ടികളടക്കം അവര് കഴിച്ചത് അവരെന്നെ ക്ലീൻ ചെയ്യും. നമ്മളൊന്നും പറയണ്ട. അവരിരുന്ന് കഴിച്ചിട്ട് അവരെ ഡസ്റ്റ് ആക്കിയെന്ന് വെച്ചാൽ അവരെന്നെ ക്ലീൻ ചെയ്തോളൂ. ഇത് നമ്മളെ TV ഒക്കെ വെക്കണ സ്റ്റാൻഡിനോട് അങ്ങനെ വെച്ചു കൊടുത്താൽ മതി. അതന്നെ, ഇത് എവിടെ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സുഖമായിട്ട് വെക്കാം. വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവര് അതേപോലെ തന്നെ ക്ലീൻ ചെയ്തത് അപ്പൊ തന്നെ കളയണമെന്നില്ല. ഇതിൽ സ്റ്റോറേജ് ഒരുപാടുണ്ട്. അപ്പൊ ക്ലീൻ ചെയ്ത് ഇങ്ങനെ വെക്കാം. കുട്ടികളായാലും അവരെന്നെ ക്ലീൻ ചെയ്തോളൂ. അതന്നെ, അവരെ ഇത് വെയിറ്റ് ഒന്നും ഇല്ലാത്ത കാരണം ഒരുപാട് വെയിറ്റ് ഒന്നും ഇല്ല. അതുകൊണ്ട് കുട്ടികളൊക്കെ എടുത്ത് ചെയ്തോളൂ, അവരെന്നെ ചെയ്തോളൂ. അവര് കഴിക്കണത് ഫുഡിന്റെ ഒക്കെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്നെ എടുത്തോളൂ. നല്ല യൂസ്ഫുൾ ആയ ഒരു ഇതാണ്. അതേപോലെ കാറിലായിക്കോട്ടെ, ഒരു കാറിൽ നമ്മൾ ഇതിങ്ങനെ വെക്കാൻ വളരെ സൗകര്യം. ബാക്കത്തെ സീറ്റിന്റെ കവറിൽ വെച്ചാലും മതി, അതിലും അത് പോകും. അതിൽ വെച്ചാലും മതി. കാരണം നമ്മളെ കാറിലൊക്കെ എന്റെ കാറിൽ തന്നെ അങ്ങനെ വെച്ചിരിക്കണേണ്. അതുകൊണ്ട് പിന്നിലെ സീറ്റിന്റെ കവറിന്റെ ബാക്ക് സൈഡിൽ വെച്ചാലും മതി. അപ്പൊ നമുക്ക് പെട്ടെന്നാണെങ്കിൽ അവരെന്നെ എടുത്ത് ക്ലീൻ ചെയ്തോളും. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് കാർ ഇതിനായിട്ട് ക്ലീൻ ചെയ്യണം നിൽക്കണ്ട, അത്രേ ഉള്ളൂ. ഇത് നല്ല യൂസ്ഫുൾ ആയ ഒരു സാധനം. ഇത് 1 ഇയർ വാറന്റി ഉണ്ട്. 1 ഇയർ വാറന്റി എന്ന് വെച്ചാൽ റീപ്ലേസ്മെന്റ് തരുന്നത്, സർവീസ് അല്ല. സോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് അയച്ചാൽ മതി, ഞാൻ വേറെ പുതിയ പീസെല്ലാം അയച്ചു തരും. അത്ര തന്നെ, റീപ്ലേസ്മെന്റോട് കൂടിയിട്ടില്ല. അപ്പൊ അത് നമ്മള് കണ്ട്. ഇനി അടുത്ത എന്താണ് ഇനി ഇത് വന്നിട്ട് ഇപ്പൊ ഇതിൽ വന്നിട്ട് ഇത് മിനി മോപ്പ് എന്ന് പറയും. ഒന്നല്ല, നമ്മളിപ്പോ കിച്ചണിൽ യൂസ് ചെയ്യുന്ന മാജിക് ടവല് കണ്ടിട്ടുണ്ടാവും, മാജിക് സ്പോഞ്ച് കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ വെള്ളം ഇങ്ങനെ താഴെ പോകാതെ നമുക്ക് ഒരു 50-100 മില്ലി ആണെങ്കിൽ അത് വലിച്ചെടുക്കും. പിന്നെ ഒരു ഒറ്റ പോലെ പുറത്തു പോകില്ല. അതുപോലത്തെ പാളിത്തീൻ ഫൈബർ തന്നെ ഇതും മെറ്റീരിയല്. ഇതിന്റെ സ്പോഞ്ച് മെറ്റീരിയൽ അത് തന്നെ. പക്ഷെ എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് ഏജ് ഒക്കെ ഉള്ളവര് വെള്ളമൊക്കെ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്ക് ഇതൊന്നും ഇതാവൂല, അപ്പൊ കൈയോറക്കട്ടല്ലേ. അപ്പൊ ഇതൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ വെള്ളമൊന്നും തൊടണ്ട, അങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. അതാണ് ഇത്. ഇതിൽ വന്നിട്ട് ഇത് അതേപോലെ തുടക്കാൻ പറ്റിയതാണ്. കിച്ചണില് നമ്മുടെ സ്റ്റവിലാകട്ടെ, കിച്ചണിന്റെ പ്ലാറ്റ്ഫോം ആകട്ടെ ഒക്കെ ക്ലീൻ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. മിനി മോപ്പ. ഇപ്പൊ നമ്മൾ വീട്ടിൽ ക്ലീൻ ചെയ്യണ പോലെ ഇത് വന്നിട്ട് കിച്ചണിൽ ക്ലീൻ. ഇതിപ്പോ ഹാർഡാണ്. ഇത് കുറച്ച് വെള്ളത്തിലിട്ട് ഇട്ട് കഴിഞ്ഞാൽ സ്പോഞ്ച് പോലെ ആവും, സോഫ്റ്റ് ആയി കളയും. സോഫ്റ്റ് ആയതിനു ശേഷം നമ്മളിത് യൂസ് ചെയ്യാം. ഇതിൽ വന്നിട്ട് നമ്മൾ ഈ ഹോൾസിൽ വിരലിട്ടിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ്ട ഈ ഇതിൽ ക്ലിപ്പ് ഉണ്ട്. ഈ 4 ഇതിലേക്ക് ഈ ക്ലിപ്പ് ഇതാക്കാം. നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഡെമോന്റെ ഫിക്സ് ഹൗ ടു ഫിക്സ് എന്ന് പറഞ്ഞിട്ട്. ഇത് ഫിക്സ് വളരെ ഈസിയാണ്. ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ അതന്നെ, ഇതിങ്ങനെ വെച്ചിട്ട് അമർത്തിയാൽ മതി, അത് ഫിക്സ് ആയിക്കോളും. ഫിക്സ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്കിത് ഇതിൽ തന്നെ പിഴിയാൻ പറ്റുന്നതാണ്. കണ്ടില്ലേ? അപ്പൊ നമുക്കിത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഇതിലിങ്ങനെ തുടച്ചാൽ മതി. ഇതിൽ വെള്ളം വലിച്ചെടുക്കും. ആ വെള്ളം ഒരു ഒറ്റ പോലെ നമുക്ക് പുറത്ത് വരില്ല. രണ്ടാമത് വന്നിട്ട് തുടച്ച സ്ഥലത്ത് നമ്മൾ വേറെ തുണിയൊന്നും ഇടണ്ട, അതങ്ങനെ വൈപ്പറിൽ ക്ലീൻ ചെയ്ത പോലെ ഡ്രൈ ആവും ചെയ്യും. അത് ഡാട്സ് ആയിട്ട് നിൽക്കൂല, താരതാരയായിട്ട് വരില്ലേ. അതുപോലെ താരതാരയായിട്ടൊന്നും വരില്ല ഈ സ്പോഞ്ചില്. ഇത് പോളിത്തീൻ ഫൈബർ ആണ്. അതുമല്ലാതെ കെമിക്കല്, ആസിഡ് എന്ത് വേണമെങ്കിലും അത് യൂസ് ചെയ്യാം. അങ്ങനത്തെ ഒരു പ്രോഡക്റ്റാ.
അപ്പൊ ഇതിലത് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതിങ്ങനെ പിഴിയുമ്പോ അത് പിഴിഞ്ഞു വരും. പിഴിഞ്ഞോളും. വെള്ളം പിഴിയാനായിക്കോട്ടെ. ആ അതെ, പിഴിയണത് ഇങ്ങനെ നമുക്ക് ഇതിലാണ് ഫിക്സ് ചെയ്ത് ഇത് പിഴിഞ്ഞോളും. അപ്പൊ ഇതിൽ നമ്മൾ വെള്ളം ഏതും തൊടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിങ്ങനെ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ഇത് ക്ലീൻ ചെയ്താൽ മതി. ക്ലീൻ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ കണ്ടിട്ട് ഇത് വെള്ളത്തിൽ പിഴിഞ്ഞാൽ മതി. എന്നിട്ട് പൈപ്പാണ്ട് തുറന്നിട്ടിട്ട് ആ 2 പ്രാവശ്യം ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ക്ലീൻ ആവും. ക്ലീൻ ചെയ്ത് നമ്മളിത് ഹാങ് ചെയ്ത് വെക്കാം. അങ്ങനെ ഹാളില് പിന്നെ നമ്മള് ഭക്ഷണം കഴിക്കുമ്പോ ഡൈനിങ് ടേബിള് എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഏത് നൈസ് സർഫേസ് ആയാലും നീറ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ്. ഒക്കെ യൂസ് ചെയ്യാം. ഇത് നമുക്ക് 300-350 ഓൺലൈൻ റേറ്റ് ഉണ്ട്. ഇവിടുത്തെ റേറ്റ് 150 റുപ്യ ഉള്ളൂ. വിത്ത് ഡെലിവറിയോട് കൂടിയിട്ടാ. പകുതി റേറ്റേ ഉള്ളൂ. 150 റുപ്യ ഉള്ളൂ. ഇതിങ്ങനെ ഇതേപോലെ ബോക്സ് ആയിട്ടാണ് വരും. നിങ്ങളൊക്കെ ഫ്രീ ഡെലിവറി നമ്മൾ തരുന്നുണ്ട്. ഓക്കെ, അടുത്തത് വന്നിട്ട് നമുക്ക് വന്നിട്ട് ഇതണ്ട, ഇതൊരു മസാജറാണ്. നല്ലൊരു അടിപൊളി മസാജർ. അതായത് നമുക്ക് ഇങ്ങനെ തലയൊക്കെ പിടിച്ചു വന്നാൽ ഭയങ്കര സുഖമായിരിക്കും. എണ്ണയൊക്കെ ഇട്ടിട്ട് പിടിക്കണമെങ്കിലും അല്ല, നോർമൽ തലവേനല്ല ഒരു ഒറ്റ ഹെഡൊക്കെ ഇല്ല, ഒരു ജസ്റ്റ് ഒരുപാട് ടെൻഷനൊക്കെ കഴിഞ്ഞാലും ഹെഡൊക്കെ തന്നാലെ വരും. അങ്ങനത്തെ ഹെഡൊക്കെ ഉള്ളവരേക്ക് ഇതൊരു നല്ല പ്രോഡക്റ്റാ. കണ്ട ഇത് നല്ലൊരു അടിപൊളി സാധനമാണിത്. ഇത് കണ്ട, അത്രേ ഉള്ളൂ ഇത് സാധനം. പക്ഷെ ഇത് നല്ല ബെസ്റ്റ് ക്വാളിറ്റിയാണ്. നല്ല വെയിറ്റ് ഉണ്ടാവും. സാധനം ചെറുതായാലും കണ്ട, പിടിച്ച് നോക്കി എത്ര വെയിറ്റ് ഉണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് സാധനം. നല്ല നല്ല കയ്യിൽ മസാജ് ചെയ്യണ പോലെ ഒരു സുഖമായിട്ടുള്ള ഒരു മസാജറാണിത്. ഈ സ്വിച്ച് ഇങ്ങനെ അമർത്തി പിടിച്ചാൽ മതി, ഓൺ ആവും. കണ്ടാ ഇതുപോലെ ഓൺ ആവും. നമ്മള് ഹെഡിൽ ഇങ്ങനെ വെക്കുകയാണെങ്കിലും ശരി, നമുക്ക് അങ്ങനെ പിടിച്ചു തരുന്ന പോലെ ഉണ്ടാവും. ഹെഡൊക്കെ ഭയങ്കര സുഖ. ബാക്കിലൊക്കെ ചെയ്യണതൊക്കെ നല്ല സുഖ. ഇത് കണ്ട, അതിലിങ്ങനെ സ്പീഡ് കൂട്ടും ചെയ്യാം. ഇതിൽ നമ്മൾ ഓരോ പ്രാവശ്യം പ്രസ് ചെയ്തോറും സ്പീഡ് ഉണ്ട്. അത് വന്നിട്ട് നമുക്ക് ജസ്റ്റ് വന്നിട്ട് ഇതിന്റെ സ്പീഡ് കൂട്ടുന്നവരും നമ്മളിങ്ങനെ ഷോൾഡറില് നെക്ക് പെയിൻ ഉണ്ട്. ഈ നെക്ക് പെയിൻ കഴുത്ത് പിടിച്ചു തരുന്ന പോലെ അതൊരു നല്ല ഫീലാണ്. അതേപോലെ ബാക്ക് പെയിൻ കാഫ് ഉണ്ടെങ്കിൽ അതിലേക്ക്, അതേപോലെ കാലിന്റെ പാദം, അതൊക്കെ നമുക്ക് ഇങ്ങനെ പിടിച്ചു തരുന്ന പോലെ വേണ്ട. ഇതുപോലത്തെ ഒരു ആക്ഷനാണ് അത്. അതെ അതന്നെ, അത് ഇങ്ങനത്തെ അറ്റാച്ച്മെന്റ് ഒക്കെയാണ് ഉള്ളിലുള്ളത്. ഇതിപ്പോ നമുക്ക് ഹെഡിന് യൂസ് ചെയ്യാം, അതേപോലെ കാഫ് മസാജിങ്ങിന് യൂസ് ചെയ്യാം, നെക്ക് മസാജിന് യൂസ് ചെയ്യാം, അതേപോലെ പുറത്ത് മുതുകത്ത് ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനത്തെ ഒരു നല്ല മസാജാണത്. ഇതൊരു നല്ലൊരു നല്ല യൂസ് ആണ്. നമ്മള് വെച്ച് നോക്കുമ്പോ അറിയാം. കണ്ടല്ലേ, കയ്യിൽ പിടിക്കണ പോലെയല്ലേ, നമ്മളിങ്ങനെ വിരലിനെ അമർത്തണ പോലെ ഇതാ കയ്യിലൊക്കെ വെക്കുമ്പോ അതുപോലെ ഒരു ഫീലാണത്. അതേപോലെ ഹെഡൊക്കിലൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു തരുന്ന ഒരു ഫീലാ. നല്ല ഒരു മസാജറാണത്. ഇത് നമ്മൾ വൺസ് ചാർജ് ഫുൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു 2 മണിക്കൂർ യൂസ് ചെയ്യാം. 2 മണിക്കൂറോളം യൂസ് ചെയ്യാം. 9 സ്പീഡ് ഉണ്ട്. ഇത് വന്നിട്ട് നമ്മളിപ്പോ ഇവിടെ 9 സ്പീഡ് ഉണ്ട്. ഇത് നമ്മൾ തരുന്നത് വന്നിട്ട് ഇപ്പൊ ഇത് ആക്ച്വലി 750 റുപ്യ റേറ്റ്. ഇപ്പൊ ഇവിടെ നിന്നിട്ട് 500 റുപ്യൊക്കെ തരുന്നത്. വിത്ത് വന്ന് 6 മാസം ഗ്യാരണ്ടി ഉണ്ട്. അതെ, നല്ലൊരു പ്രോഡക്റ്റ് ആണ്. കംഫോർട്ടബിൾ ആണ്. കയ്യിൽ പിടിച്ച് ചെയ്യാൻ കംഫോർട്ടബിൾ ആണ്. വളരെ വെയിറ്റ് ഒന്നുമില്ല. മീൻ പോലത്തെ ഉള്ളതൊക്കെ ഭയങ്കര വെയിറ്റ് ആണ്. നമ്മളതൊക്കെ മാറ്റുന്നത് ഇതില് സോഫ്റ്റ് സിലിക്കോനാണ് ഇതിന്റെ പല്ല് പോലും. ഇത് ഇത്ര അതിന്റെ മോട്ടറിനുള്ള വെയിറ്റ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നിങ്ങൾക്ക് വലിയ വെയിറ്റ് ഒന്നുമില്ല. വളരെ യൂസ്ഫുൾ ആണ്. ഇതൊരു 6 മാസം നമ്മൾ വാറണ്ടി തരണം കേട്ടോ. ഇത് വർക്കായില്ല, നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ വാറണ്ടി ഉണ്ട് തീർച്ചയായിട്ടും. കാരണം ഇതിന്റെ ഷൈനിങ് ഒക്കെ കണ്ടറിയാം. നിങ്ങൾക്ക് നല്ല ക്വാളിറ്റിയാണ് സാധനം. അതെ, ഇത് 750 എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ഓഫർ റേറ്റ് ആണ് കേട്ടോ. പുറത്തെ ക്യാമ്പിലൊക്കെ സെയിൽ ചെയ്യുന്ന റേറ്റ് ആണ്. പക്ഷെ ഇവിടെ നമ്മൾ തരുന്നത് ഒരു 500 റുപ്യക്കായിട്ട് നമ്മളെ ചാനലിനായിട്ട് തരിക. ഓക്കെ, വിത്ത് ഫ്രീ ഡെലിവറി ഉണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കേരളത്തൊക്കെ വളരെ ഇന്റീരിയലാണ്. നമുക്ക് ഡെലിവറി വരില്ല എന്നൊക്കെ പേടിക്കൊന്നും വേണ്ട. നിങ്ങൾ തരുന്ന പിൻകോഡ് നമ്മൾ ചെക്ക് ചെയ്യും. ഏതിലാ ഡെലിവറി പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽ, DTDC ഇല്ല, പോസ്റ്റ് ഓഫീസ് ഇല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ്, ഏതായാലും നമ്മൾ അയച്ചു തരും. പേടിക്കണ്ട. ഓക്കെ, അതെ, ഇത് നല്ലൊരു ഓർത്താണിത്. സ്റ്റോക്ക് പീസൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ ഈ ലോട്ട് ഞങ്ങൾക്ക് തരികയാണ്. ലോട്ട് അനുസരിച്ച് മാറുന്ന കുറച്ച് റേറ്റ് ഒക്കെ വ്യത്യാസം വരും. പക്ഷെ നമ്മൾ ഒരു വീഡിയോ തന്നു കഴിഞ്ഞാൽ ആ വീഡിയോ കണ്ട് ചോദിക്കുമ്പോൾ ആ റേറ്റിൽ തന്നെ കൊടുക്കും. അതൊന്നും കുഴപ്പമില്ല, ഓർഡർ ചെയ്തോളൂ. അപ്പൊ KRFC മൊത്തം എന്താ സസ്പെൻസ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്. അതെ, ഇതൊരു നല്ല പ്രോഡക്റ്റ് ആട്ടോ. ഇപ്പൊ നമ്മള് സ്കൂളൊക്കെ ലീവ് വരുന്നുണ്ട്, അതുമല്ലാതെ ഫെസ്റ്റിവൽ ആയി ഇനിയിപ്പോ അങ്ങനെ വരുമ്പോഴൊക്കെ പുറത്തൊക്കെ പോകും. അപ്പൊ ഇങ്ങനെ ഫുഡൊക്കെ തയ്യാർ ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു സാധനം. അതേപോലെ ട്രക്കിങ്, 2 വീലറൊക്കെ ട്രക്കിംഗ് ഒക്കെ പോണവർക്കൊക്കെ യൂസ് ചെയ്യാം. കാരണം ഇതൊരു വെയിറ്റ്ലെസ് ആണ് സാധനം. വെയിറ്റ് ഇല്ല, സ്റ്റവാണ്. നല്ലൊരു സ്റ്റവാണ്. നോക്കിക്കോളെ, കാണിച്ചു തരാം.
മിനി സ്റ്റവ്. ആ അതുപോലത്തെ ഒരു സ്റ്റവാണ്. ഇതാണ് സാധനം, ഇത്രേ ഉള്ളൂ. ഇതിപ്പോ ബോക്സിൽ ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ തിരിച്ചാൽ വെക്കാം. ഇത് വന്നിട്ട് നമുക്ക് ഒരു ഇത് ഇങ്ങനത്തെ സിലിണ്ടർ ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ഈ സിലിണ്ടർ ആണ്. ഇതിൽ വന്നിട്ട് നമുക്ക് ജസ്റ്റ് വന്നിട്ട് ഒരു 5 മണിക്കൂർ നമ്മൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഔട്ട്ഡോർ ആണെങ്കിൽ നമുക്കൊരു 4 hours ഒക്കെ യൂസ് ചെയ്യാം. ഇൻഡോർ ആണെങ്കിൽ ഒരു 5 മണിക്കൂർ. കാറ്റിനനുസരിച്ചുള്ള സമയം കിട്ടും കേട്ടോ ഒരു സിലിണ്ടർ. ഇതിപ്പോ ഞങ്ങൾ ഈ ടോപ്പ് എടുക്കണമെങ്കിൽ ഇങ്ങനെ വലിച്ചാൽ ഇങ്ങനെ തിരിച്ചാലൊന്നും വരില്ല. അപ്പൊ ഈ ഇങ്ങനെ പിടിച്ചിട്ട് 2 വിരൽ വെച്ചിട്ട് ഇങ്ങനെ മെല്ലാണ്ട് തള്ളി കൊടുത്താൽ മതി. അത് ഓപ്പൺ ആവും. ഓപ്പൺ ആയതിനു ശേഷം നമ്മൾ ഇതാണ്ട് എടുക്കുക. ഇത് ഈ വിരല് ഇത് ഹോൾസ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ വലിച്ചാലൊന്നും വരില്ല. സോ ഇതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഈ വിരല് ഇതിലോട്ടിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തതിന് ശേഷം ഈ കട്ടില്ലേ, ഈ കട്ടില്ല സ്ഥലം ഈ ഇതാണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഇതിന്റെ ഉള്ളിലേക്കാണ്ട് വെച്ച് കൊടുക്കുക. അവിടെ നാബുണ്ട്, അതിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതിങ്ങനെ വിട്ടാൽ മതി. പിന്നെ ഈ റെഗുലേറ്റർ വന്നിട്ട് ഓണിൽ ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഓണിലുണ്ടെങ്കിൽ ഇത് വർക്ക് ആവൂല, ഈ സ്വിച്ച് വർക്ക് ആവൂല. ഇത് ഓഫിൽ തന്നെ വെക്കണം തീർച്ചയായിട്ടും. ഓഫിൽ വെച്ചതിന് ശേഷം ഈ സിലിണ്ടറിന് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ സീറ്റ് ആയതിനു ശേഷം ഈ തള്ളം വിരൽ കൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്യണം. ഈ വിരലുകൊണ്ട് യൂസ് ചെയ്താൽ ശരിക്കും ലാക്കാവൂല. ഈ വിരലുകൊണ്ട് ഇങ്ങനെ ലാസ്റ്റ് വരെ ഇങ്ങനെ അമർത്തിയാൽ മതി. ഇങ്ങനെ ടക്കുന്ന ഒരു സൗണ്ട് വരും, അത് വന്ന് ലോക്കായി എന്നർത്ഥം. ഇപ്പൊ ഇത് ലോക്കായതിനു ശേഷം നമ്മളത് അങ്ങോട്ട് തിരിച്ചാൽ ലാസ്റ്റ് എത്തുമ്പോൾ നിൽക്കും. അതിന് ശേഷം തിരിക്കണം. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ടാണ് കത്തും. ആണ് ഇതിലാവും, ഓട്ടോമാറ്റിക് ആണ്, അങ്ങനെ കത്തിക്കും. ലൈറ്റർ ഒന്നും വേണ്ട, ലൈറ്റർ ഒന്നും വേണ്ട. ഇപ്പൊ ഇതിൽ തന്നെ എല്ലാ ലൈറ്ററും ഉണ്ട്. ഇപ്പൊ ഇത് ബ്ലൂ ഫ്ലെയിം ആണ്. ഇപ്പൊ നമ്മളെ വീട്ടിലെ സ്റ്റവൊക്കെ ഗ്രീൻ ഫ്ലെയിം, ബ്ലൂ ഫ്ലെയിം. ഇത് ഗ്രീൻ ഫ്ലെയിം. അടുത്ത വെർഷൻ ഇത് ഗ്രീൻ ഫ്ലെയിം. ഗ്രീൻ ഫ്ലെയിം എന്ന് വെച്ചാൽ ചൂട് കൈ വെച്ച് നോക്കും, അവിടെ നിന്ന് വെച്ചാൽ നല്ല ചൂടുണ്ടാവും കേട്ടോ. കുറച്ചാണ്ട് പൊക്കിക്കോളൂ. ഇത്ര നാളും വെച്ചാലും നല്ല ചൂടുണ്ടാവും. പക്ഷെ മറ്റുള്ളതൊക്കെ 7-8 മിനിറ്റിലാകണത് ഇത് ഒരു 5 മിനിറ്റ് 4 മിനിറ്റ് മതി. അത്ര പെട്ടെന്നാണ് തിളക്കും. കാരണം നല്ല ഹീറ്റുള്ള ഒരു ഇതാണ് ഗ്രീൻ ഫ്ലെയിം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മളെ സ്റ്റവിലൊക്കെ എന്നിട്ട് ബ്ലൂ ഫ്ലെയിം വരിക. ആദ്യം റെഡ് ഫ്ലെയിം, അതെ ചൂട് കുറവായിരിക്കും. ആദ്യം റെഡ് ഫ്ലെയിം വന്നു, പിന്നെ ഇത് ബ്ലൂ ഫ്ലെയിം ആയി. ഇപ്പൊ വന്നിട്ട് ഗ്രീൻ ഫ്ലെയിം ആണ് ഇതിന്റെ ലേറ്റസ്റ്റ്. ഇതിപ്പോ ഞാൻ എന്ത് പാത്രം വെച്ചാലും കരി പിടിക്കൊന്നുമില്ല. അതുകൊണ്ട് നല്ല യൂസ്ഫുൾ ആണ്. നമ്മൾക്ക് പെട്ടെന്ന് കത്തിക്കാം. ട്രാവൽ പോകുമ്പോ അതെ അതൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. പെട്ടെന്ന് ഫുഡ് ആക്കാനും അതേപോലെ ഒരു ചായ വെക്കാനും ഒക്കെ പെട്ടെന്ന് പറ്റിയ സാധനം. പിന്നെ അതേപോലെ തന്നെ. അപ്പൊ അതേപോലെ നമ്മള് ഒരു ഫാമിലി ആയിട്ട് പോകണമെങ്കിൽ കുട്ടികൾക്ക് കൂള് കാച്ചുന്ന പരിപാടി ഒക്കെ ഇതില്, കുട്ടികൾക്ക് പാല് ചെയ്യാൻ, ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയാണ്ട് കഴിക്കാം. പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. പിന്നെ അതേപോലെ ഫിഷിങ്ങിന് പോയിട്ടുണ്ടാവും, ഫിഷ് മീൻ പിടിച്ചിട്ട് അവിടെ തന്നെ നമുക്ക് ചെയ്ത് കഴിക്കാം. അങ്ങനത്തെ ഒരു സംവിധാനം നല്ലൊരു യൂസ്ഫുൾ ആണ്, വളരെ കംഫോർട്ടബിൾ ആണിത്. അതുമല്ലാതെ ഇപ്പൊ ഇതിൽ വന്നിട്ട് നമ്മൾ ഇങ്ങോട്ടാണ്ട് ഓഫിന്റെ അപ്പുറത്തേക്കാണ്ട് തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എജക്ട് ആവും. അതേപോലെ നിങ്ങൾക്ക് വന്നിട്ട് ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഊരല്ലേ. എന്നിട്ട് ഇത് ഈ നോബല്ലേ, ഇത് വന്നിട്ട് നമ്മളെ ഓർഡിനറി ഗ്യാസ് യൂസ് ചെയ്യാനാട്ടോ. 2 കിലോ 5 കിലോ 10 14 കിലോ നമ്മളെ വീട്ടിലത്തെ സിലിണ്ടറൊക്കെ നമ്മൾ ട്യൂബ് ഇതിലിട്ടിട്ട് നമ്മള് ഇതെടുക്കുമ്പോൾ ഇതിടണം പാടില്ല. ട്യൂബ് ഇട്ടിട്ട് നമ്മള് ആ സ്റ്റവ് യൂസ് ചെയ്യാം. സോ 2 in 1 ആണ് ഇതിന്റെ മോഡൽ. ഇപ്പൊ നമ്മള് ചെറിയ ബൂട്ടാൻ ഗ്യാസ് യൂസ് ചെയ്യാം, നമ്മൾ ഓർഡിനറി ഗ്യാസ് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മള് ഒരു ടെമ്പററി ആയിട്ട് ഒരു മാസമൊക്കെ താമസിച്ച് പണി എടുക്കണവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വന്നിട്ട് 5 കിലോ സിലിണ്ടർ അങ്ങനെ മേടിച്ചാൽ മതി. 5 കിലോ സിലിണ്ടർ ഒക്കെ ഗ്യാസ് കടകളിൽ കിട്ടും. അത് മേടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാം. നമുക്ക് ഒരു മാസത്തിന്റെ മേലെ വരും. അങ്ങനെയൊക്കെ ഉള്ളത്, അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം. 2 in 1 മോഡലാണത്. ഇത് വന്നിട്ട് ആക്ച്വലി 3000 വരെ റേറ്റ് ഉണ്ട്. ഇതിൽ ഓരോ റേറ്റിനും ഉണ്ട്. അപ്പൊ 1500 1800 അങ്ങനെയൊക്കെ റേറ്റിനും ഉണ്ട്. പക്ഷെ ഈ കേജ് വെയിറ്റ് വരില്ല. ഈ തകിടൊക്കെ കുറച്ച് ബലം വേണം. അതേപോലെ നിങ്ങൾക്ക് ഇത് പൗഡർ കോട്ടിംഗ് ആണ്. അതുമല്ലാതെ നിങ്ങൾക്ക് ഇതിന്റെ GSM ആണ് മെയിൻ. ഈ സ്റ്റവിന് നിങ്ങൾക്ക് ഫോട്ടോ കണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിന്റെ GSM, അതേപോലെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ്. ഇപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് നമുക്ക് സിലിക്കൺ വാഷറാണ് കൊടുത്തിരിക്കുന്നത്. റബ്ബർ വാഷർ, സിലിക്കൺ വാഷർ, ഇതൊക്കെ വന്നിട്ട് ക്വാളിറ്റി കൊടുത്തുള്ള നമുക്ക് ഈ ഗ്യാസ് ലീക്കേജിന്റെ പ്രോബ്ലമോ പേടിക്കാനില്ല ഒരു സംവിധാനം ഇതിലില്ല. ഇതിൽ വന്നിട്ട് ഓർഡിനറി ആണെങ്കിൽ നിങ്ങൾക്ക് വില കുറഞ്ഞതിനനുസരിച്ച് ക്വാളിറ്റി കുറയും. പക്ഷെ ഇത് ഗ്യാസിന്റെ പരിപാടിയാണ്. അപ്പൊ അത് നോക്കാതെ വില കൂടുതൽ, ഇപ്പൊ ഞങ്ങൾ ഓൺലൈനിൽ നോക്കിയാലും വില കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വില കൂടുതലുണ്ടാവും. അപ്പൊ വില കൂടുതലാണ് നല്ലത്. വാറണ്ടി ഉണ്ടെങ്കിൽ വാറണ്ടി മേടിക്കാം. ഇപ്പൊ നമ്മളിത് 1 കൊല്ലം വാറണ്ടി തരുന്നുണ്ട്. ഇപ്പൊ 2500 രൂപയാണ്. ഇപ്പൊ ഈ 2500 രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഈ സിലിണ്ടർ വന്നിട്ട് 250 രൂപ വിലയുള്ളതാ. ഇത് വന്നിട്ട്
രജിസ്റ്റർ കമ്പനിയാണ് കേട്ടോ. 250 GSM ഇല്ല സിലിണ്ടർ ആണ്. സോ 8 മണിക്കൂർ കാറിൽ വെയിലത്ത് വെച്ചാലും ഒരു ഡേഞ്ചറും ഇല്ല. ഓർഡിനറി സിലിണ്ടർ ആണെങ്കിൽ GSM കുറവായിരിക്കും. GSM കുറവായ പൊട്ടിത്തെറിക്കാനുള്ള സംവിധാനം ഉണ്ട്, സാധ്യത കൂടുതലാണ്. ഇപ്പൊ ഇതിലാകുമ്പോ ആ സാധ്യത ഒന്നുമില്ല. ഇങ്ങനത്തെ ഈ സിലിണ്ടർ 2 നമ്മൾ ഫ്രീ തരുന്നുണ്ട് ഇപ്പൊ മേടിക്കുമ്പോൾ. നിങ്ങൾക്ക് പിന്നീട് വേണമെങ്കിലും ഇതെല്ലാം AC സ്പെയർ പാർട്സ് വിൽക്കണ എല്ലാ കടയിലും ഇത് കിട്ടും. കാരണം AC വരുന്ന ബ്രാസ് ട്യൂബ് ഇല്ലേ, അത് കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണൊക്കെ ഈ സിലിണ്ടർ വെച്ച് ഗണ്ണ് വെച്ചിട്ടാണ് ഒട്ടിക്കണത്. അപ്പൊ അതിനുള്ളത് സിലിണ്ടറാണത്. സിലിണ്ടർ പഴയതാ, സ്റ്റൗ മാത്രമേ പുതിയതുള്ളൂ. അതുകൊണ്ട് എല്ലാ ഇതും കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സിലിണ്ടർ ആയാലും നമ്മൾ ഫ്രീ ഡെലിവറി എത്തിക്കും ചെയ്യും. ഓർഡർ ചെയ്ത് മേടിച്ചാലും നമ്മൾ ഒരു സിലിണ്ടർ വേണമെങ്കിൽ എത്തിച്ചു കൊടുക്കാം, ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിന് 2500 വരണേ. 2500 വിത്ത് 2 സിലിണ്ടർ ഫ്രീ. അതായത് 2-in-1 മോഡലാണ്. 2500 വിത്ത് 2 സിലിണ്ടർ ഫ്രീയോടുകൂടിയാണ് ഫ്രീ ഡെലിവറി എല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ അടുത്തത് കാണിക്കുന്നത് ഒരു ഗ്രാസ് കട്ടർ കേട്ടോ. നമ്മൾ പുല്ലൊക്കെ വെട്ടാനുള്ള ഒരു നല്ല പരിപാടിയാണ്. കാരണം നമ്മളെ മുറ്റത്തൊക്കെ പുല്ലുകൾ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ പുല്ലുകൾ ചുള്ളികളൊക്കെ ഉണ്ടാവും, അതൊക്കെ കട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് ഗ്രാസ് കട്ടറാണിത്. ഇത് വന്നിട്ട് നമുക്ക് 2 ബാറ്ററി പോർട്ടബിൾ ആണ്. ഇപ്പൊ ഇതിൽ ഡീസലിൽ ഉണ്ടാവും, കറന്റിന് ഉണ്ടാവും. പക്ഷെ ഇത് വന്നിട്ട് ബാറ്ററിയാണ്, ഇതുപോലത്തെ ബാറ്ററിന്റെ ആണ് ഇത് സാധനം. റീചാർജബിൾ. ഇതാണ് ബാറ്ററി. ഇത് വന്ന് രണ്ട് ഡബിൾ ബാറ്ററി നമുക്ക് ഇതിൽ തരുന്നുണ്ട്. 2 ബാറ്ററി ഉണ്ട്. നമുക്കിത് കൈ പിടിക്കാനുള്ള ഒരു സംവിധാനമാണ്. ഇത് നമ്മൾ ഇടയിൽ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിത് ഇങ്ങനെ പിടിക്കാനുള്ള ഒരു ഇതാണ്. അതേപോലെ ഇതിൽ വന്നിട്ട് ബ്ലേഡുകൾ വരുന്നുണ്ട്. ഇത് കണ്ട, അതായത് ഒരു ചെറിയ പുല്ലുകൾ കട്ട് ചെയ്യണമെങ്കിൽ ചെറിയ പുല്ല് കട്ട് ചെയ്യണമെങ്കിൽ ഈ ബ്ലേഡ് മതി. ഈ ബ്ലേഡ് ഫിക്സ് ചെയ്താൽ മതി. ചെറിയ പുല്ലുകളൊക്കെ കട്ട് ചെയ്യാൻ. കുറച്ച് വലിയ പുല്ലുകളൊക്കെ ആണെങ്കിൽ ഈ ബ്ലേഡ് കട്ട് ചെയ്യുക. അതിനേക്കാളും കുറച്ച് ചുള്ളി പോലത്തെ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്യണമെങ്കിൽ ഈ ബ്ലേഡ് അതിൽ യൂസ് ചെയ്യുക. അങ്ങനത്തെ മൂന്ന് തരത്തിലുള്ള ബ്ലേഡുകൾ ഇതിൽ വരുന്നുണ്ട്. ഇതാണ്, ഇതുപോലെ ബ്ലേഡുകളാണ് ഇതിൽ വരുന്നത്. ഇതിന്റെ മുമ്പിൽ വന്നിട്ട് നമുക്കിത് ഇതിലൊരു കമ്പി വരുന്നുണ്ട്. ഇത് നമുക്ക് കല്ലുകളൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്, ബ്ലേഡിലെ കല്ലൊക്കെ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ നമ്മൾ ഫിക്സ് ചെയ്യാവുന്നതാണത്. റീചാർജബിൾ ആണ്. ഓക്കെ, ചാർജബിൾ ആണ്. ഇതുപോലത്തെ ബാറ്ററി ആണ്. ഇതുപോലെ 2 ബാറ്ററി ഇതിൽ വരുന്നുണ്ട്. ഇങ്ങനത്തെ 2 ബാറ്ററി വരുന്നുണ്ട് വിത്ത് അഡാപ്റ്റർ. ഇതിനൊക്കെ വാറണ്ടി ഉണ്ട് കേട്ടോ. ഇതുപോലത്തേക്ക് ഏതാണ് ഇതിന്റെ ചാർജ് നമ്മൾ ഇവിടെയാണ് പോർട്ട് ചെയ്യണത്. ഓക്കെ, ഇതിലാണ് ചാർജ് ചെയ്യണത്. ഇതിങ്ങനെ ഗ്രീൻ ലൈറ്റ് കത്തും. ഇതാവുമ്പോൾ ചാർജ് കയറണമെങ്കിൽ ഇത് റെഡ് ലൈറ്റ് ആവും. അപ്പോൾ റെഡ് ലൈറ്റ് കത്തുന്നുണ്ടെങ്കിൽ ഫുൾ ചാർജ് കയറുന്ന അർത്ഥം. ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്രീനിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ഫുള്ളായി നടത്തും. ഓക്കെ, അപ്പോൾ ഈ ബാറ്ററിയാണ് നമ്മൾ ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. വേണ്ട, ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ 2 സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് അമർത്തി പിടിച്ചിട്ട് നമുക്ക് ഇത് അമർത്തിയാൽ മതി. വേണ്ട, ഇത് അമർത്തി പിടിച്ചിട്ട് ഇത് ചെയ്യണം. കുട്ടികളൊക്കെ ഇതിങ്ങനെ അമർത്തിയാൽ വെറുതെ ഇങ്ങനെ അമർത്തിയതൊന്നും ഓൺ ആവില്ല. ഇത് അമർത്തി പിടിച്ചിട്ട് വേണം ഇത് അമർത്താൻ. ഇതുപോലെ ഗ്രാസ് കട്ടർ. ഇപ്പൊ ഇത് വന്നിട്ട് നമുക്ക് പുല്ല് വെട്ടാൻ എല്ലാം യൂസ് ചെയ്യാം. അതേപോലെ ഇത് വന്നിട്ട് നമുക്ക് ഇപ്പോൾ വലുതാക്കുകയും ചെയ്യാം കേട്ടോ. അതിങ്ങനെ കണ്ട് തള്ളിയാൽ മതി. ഇത് നമുക്ക് വലുതാക്കാം. ഇത് നമുക്ക് വലുതാക്കിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹൈറ്റ് ഒക്കെ കാണുമ്പോൾ ഇതിലിങ്ങനെ പിടിച്ചാലും മതി. ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ സ്വിച്ച് കൊണ്ട് അമർത്തി കൊടുത്താൽ മതി. ഇത് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് എത്ര ഇതുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. രണ്ടാമത് വന്നിട്ട് ഇത് നമുക്ക് ഈ കല്ലൊക്കെ ഉണ്ടെങ്കിലും ഇതിങ്ങനെ തടുക്കും. കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഇത് കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത് അങ്ങനത്തെ ഡേഞ്ചറൊന്നും ഇല്ല. ബ്ലേഡിനൊന്നും ഡേഞ്ചറില്ല. ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ കല്ല് വരുന്ന പരിപാടിയൊന്നും നമുക്ക് പേടിക്കണ്ട. ഇത് നമ്മൾ ചെറിയ പുല്ലിൻ്റെ അറ്റാച്ച്മെന്റ് ചെറിയ പുല്ലിനുണ്ട്, വലിയ പുല്ലാണെങ്കിൽ വലിയ പുല്ലുണ്ട്. ഇതിങ്ങനത്തെ കോല് പോലത്തെ കൊള്ളികൾ കോല് പോലത്തെ എല്ലാം ഇതാണെങ്കിൽ ഇപ്പോൾ കുറുന്തോട്ടിയൊക്കെ അല്ലേ, കുറുന്തോട്ടി അതേപോലത്തെ ചെടികളുടെ ഘനം കൂടിയത് അതൊക്കെ വെട്ടാൻ ഇത് യൂസ് ചെയ്യുക. ആ മരത്തിന്റെ സൈഡൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുക ഈ ബ്ലേഡ്. ഇതിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഗ്രാസ് കട്ടർ. ഇത് നമുക്ക് എല്ലാ ഇതും നമ്മൾ കട്ട് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. 1 മണിക്കൂർ വരും ഒരു ബാറ്ററി. ഇപ്പൊ നമുക്ക് 2 ബാറ്ററി ഇതിലുണ്ട്. നമ്മൾ പണി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ബാറ്ററി കഴിക്കുമെന്ന് വെച്ചാൽ നമ്മൾ സെപ്പറേറ്റ് ഈ ബാറ്ററി ഇട്ടിട്ട് ഇത് നമുക്ക് ചാർജ് പെട്ടെന്നിടാം. നമുക്ക് ഫുൾ ചാർജ് കയറണമെങ്കിൽ ബാറ്ററി 8 മണിക്കൂർ വേണം കേട്ടോ. കാരണം 10,000 amps ആണ്. അപ്പൊ പിന്നെ നമുക്കിപ്പോ 70% ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് 1-2 മണിക്കൂർ മതി. നമുക്ക് ചാർജ് പകുതി ആകുമ്പോൾ ഇത് ഓഫ് ആവും, ഓട്ടോമാറ്റിക് ഓഫ് ആകുമ്പോൾ നമ്മൾ ഇതാണ്ട് ചാർജ് ഇടണം. ഇല്ലിച്ച് പിന്നീട് ഇടുമ്പോൾ പിന്നെയും ഓൺ ആവും. അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇടാൻ പാടില്ല. പിന്നെ 1 മിനിറ്റേ വർക്ക് ആവുള്ളൂ, പിന്നെയും ഓഫ് ആവും. അപ്പൊ ആ ഇന്റിമേറ്റ് കാണിക്കുമ്പോഴത്തേന് ഇത് ചാർജ് ഇടണം, എന്നാലേ ബാറ്ററിക്കുള്ള ലൈഫ് കിട്ടുള്ളൂ. കാരണം വന്നിട്ട് അങ്ങനെ അതൊക്കെ ഡ്രൈ സെല്ലാണ് അതൊക്കെ. അതുമല്ലാതെ ലിഥിയം ബാറ്ററിയാണ് ഉള്ളില്. സോ നമ്മൾ ചാർജ് ഇട്ട് യൂസ് ചെയ്യുക. ഇത് നമുക്ക് വന്നിട്ട് 3500 റേറ്റ് ഉണ്ട്.
ഇപ്പൊ നമ്മൾ ഇവിടെ തരുന്നത് നമ്മളിതില് കണ്ടുമേടിക്കണവർക്ക് 2500 റുപ്യ വിത്ത് ഷിപ്പിംഗ്. 1000 രൂപ റേറ്റ് ആ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. 2500 റുപ്യ ഉള്ളൂ വിത്ത് ഷിപ്പിംഗ് ഫ്രീയാ. ഫ്രീ ആയി ഷിപ്പിംഗ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് കുറച്ച് വെയിറ്റ് കൂടിയ സാധനമാണ്. ഇതിന്റെ ഷിപ്പിങ്ങിന് മാത്രം തമിഴ്നാട്ടിൽ നിന്ന് അയക്കണമെങ്കിൽ നമുക്ക് കുറച്ച് വെയിറ്റ് ഒരുപാടൊന്നും ഇല്ല. എന്നാലും ഇതൊക്കെ നമ്മൾ അയക്കുമ്പോൾ നമ്മൾ ആ TV കമ്പാർട്ട്മെന്റിലാണ് നമ്മൾ അയക്കുക. അപ്പൊ അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. 300 റുപ്യോളം ഡെലിവറിക്കുണ്ട് ചാർജസ്. ഇത് നമ്മൾ ഒരു പരസ്യത്തിന് വേണ്ടി തരികയാണ്. 2500 റുപ്യ ഉള്ളു മേടിക്കുമ്പോൾ ഓർഡർ ചെയ്ത് മേടിച്ചോളൂ. ശരിക്കും ഇതൊരു ഓൺലൈൻ ഷോപ്പ് തന്നെയാണല്ലേ? അതെ, ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ കട ചെറുതാണ്, അതുകൊണ്ട് ഒരുപാട് കാണിക്കാൻ പറ്റൂല. പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് വരുന്നത് എന്താണെന്ന് പറയുന്നത്, ഇതൊരു ഫ്ലിപ്കാർട്ട് ആണോ മീഷോ ആണോ അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ട്. കാരണം മോസ്റ്റ്ലി നമ്മളടുത്ത് വാങ്ങണവരൊക്കെ തന്നെ അവിടെയും കൊടുക്കണത്. നമ്മളെ മാതിരി ആൾക്കാർ കൊടുക്കണല്ലേ അവിടെ. അതെ. ഇപ്പൊ ഇത് വന്നിട്ട് നമുക്ക് കുറച്ച് ചെറിയ ഗജറ്റ്സ് ഒക്കെ കാണാം. ഇതിലിപ്പോ ചോപ്പിംഗ് ആണ്. ഇപ്പൊ നമ്മള് ചെറിയ ഉള്ളി, അതേപോലെ പച്ചമുളകൊക്കെ കട്ട് ചെയ്യാനില്ല, അതേപോലെ വെളുത്തുള്ളി ഇതൊക്കെ കട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ്. ഇതിലിപ്പോ വന്നിട്ട് നമുക്ക് ഈ ചോപ്പറിൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിൽ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആട്ടോ. ചെറുതായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരാൾ രണ്ടാളൊക്കെ ഇരിക്കണ വീട്ടിലേക്ക് ആയാലും ശരി, ഫാമിലിക്ക് ആയാലും ശരി. ഇപ്പൊ ഗാർലിക്കൊക്കെ നമ്മൾ കുറച്ചല്ലേ ഇടുള്ളൂ. ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി ഇത് ഓണാകാന്. അതേപോലെ ഇതിൽ വന്നിട്ട് ഇതും അതേപോലെ ചെറുതാണ്. ഇതിന്റെ ചെറുതായത് ഇത് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കേണ്ടി വരും. ഇതിങ്ങനെ പ്രസ് ചെയ്ത് പിടിക്കണം, അപ്പൊ ഇത് ഓണാവും. അതേപോലെ ഇത് വന്നിട്ട് നിങ്ങൾക്ക് 350 റുപ്യ റേറ്റ് ഉണ്ട്. ചെറുതായാലും ഇത് വില കൂടുതലാണ്, കാരണം റീചാർജബിൾ ആണ്. ഇത് 350. ഇതിന്റെ ബോക്സ് ഇതാണ്, ഈ ക്വാളിറ്റിയാണിത്. ഇത് 350. ഇതിൽ വന്നിട്ട് ഇത് 200 റുപ്യ. ഇതേ സെയിം ആണ്. റീചാർജബിൾ ആണ്. ഇതും റീചാർജബിൾ ആണ്. പക്ഷെ ഇതിന്റെ മോട്ടറുള്ള ഡിഫറൻസ് ഉണ്ട്. ഇതിങ്ങനെ അമർത്തി പിടിക്കുന്ന സാധനം. ഇതിലും ഇതുണ്ട്, പക്ഷെ ഇത് 200 റുപ്യ ഉള്ളൂ. ഇത് 200 റുപ്യ. ഇത് തന്നെ പറഞ്ഞ ഓൺലൈനിൽ 350 റുപ്യൊക്കെ 300 റുപ്യ റേറ്റ് ഉണ്ട്. എല്ലാം കട്ട് ചെയ്യാം. ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞിട്ടുണ്ട് അതൊക്കെ. പിന്നെ ചെറിയ സാധനങ്ങൾ എന്ത് വേണമെങ്കിലും പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഇതിനൊക്കെ വിടാനും അതേപോലെ വാവി പിടിക്കാനൊക്കെ. അപ്പൊ ഇതിൽ വന്നിട്ട് ഇത് ചെറുത്. ഇത് ഡബിൾ ടാപ്പ് ചെയ്യണം കേട്ടോ. ഇതിന്റെ സ്വിച്ച് ഡബിൾ ടാപ്പ് ചെയ്യണം. സിംഗിൾ ടാപ്പ് ഓഫ്, ഡബിൾ ടാപ്പ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൺ. ഇത് വന്നിട്ട് ഇതിൽ അതേപോലെ തന്നെ ഇത് അതിനേക്കാളും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഇത് വന്നിട്ട് 400 റുപ്പീസ് റേറ്റ് ഉണ്ട്. ഇത് അതിനേക്കാളും നല്ല സാധനമാണ്. ഇതിൽ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ചെറിയ മിക്സി പോലെ നല്ല സ്റ്റാൻഡിങ് ആയിട്ടുണ്ടാവും. നല്ല കംഫോർട്ടബിൾ ആണ് കാണാൻ. ഇതിന്റെ ബോക്സ് ഇതാണ്. ഇത് വന്നിട്ട് ഇത്രത്തോളം ഉണ്ട്. അതേപോലെ ഇതിൽ വന്നിട്ട് ഇനി ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇതിൽ ഇതുപോലെ ഈ അറ്റാച്ച്മെന്റ് ഉണ്ട്. ഇത് നമ്മൾ ഇതിലിട്ടിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇതിങ്ങനെ കഴിച്ചെടുത്തിട്ട് ഈ അറ്റാച്ച്മെന്റ് എടുത്തിട്ട് ഈ അറ്റാച്ച്മെന്റ് വേണമെങ്കിൽ നമ്മൾ ഇതിലിടാം. ഇത് വന്നിട്ട് നമുക്ക് തൈര് ഇതൊക്കെ കടയാനോ ലസ്സി ഇതൊക്കെ അടിക്കാനൊക്കെ ഇതൊക്കെ പറ്റും ഇതില്. അതേപോലെ എഗ് ബീറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മളൊരു ആംപ്ലേറ്റ് ഒക്കെ ഇടുന്ന 2 ആംപ്ലേറ്റ് ഒക്കെ ഇടുന്ന പെട്ടെന്ന് മുട്ടൊക്കെ എടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ സ്പീഡായിട്ട് ചെയ്യാവുന്നതാണ്. അത് നമ്മളെ കയ്യിലൊന്നും ഇതാക്കാതെ പെട്ടെന്ന് ചെയ്യാം. ഇത് വന്നിട്ട് 400 റുപ്യ റേറ്റ് ഉണ്ട്. ഇത് 400. അതെ, ഇത് 400. ഇത് വന്നിട്ട് 350. ഇതെടുക്കുകയാണെങ്കിൽ 200 റുപ്യ. ഇതെടുക്കുകയാണെങ്കിൽ 200 റുപ്യ. 3 ഐറ്റംസ് ഉണ്ട്. ഏത് വേണമെങ്കിലും മേടിക്കാം. ഫ്രീ ഷിപ്പിങ്ങോട് കൂടി തരാണ്. അപ്പൊ അതേപോലെ ഇത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനങ്ങളൊക്കെയാണ് ഇത്. അതേപോലെ ഇതൊക്കെ നല്ല ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സാധനമാണ്. ഫ്ലാസ്ക്. അതെ, ഫ്ലാസ്ക് ഉണ്ട്. ഇതില് 2 കപ്പുണ്ട്. മൊത്തം 3 കപ്പ് ഇതിൽ വരും. അതല്ല, 3 കപ്പ് ഉണ്ട് ഇതില്. ഇതുപോലെ 3 കപ്പ് ഫ്ലാസ്ക് സെറ്റ് ആണത്. ഇത് വന്നിട്ട് 300 റുപ്യ കേട്ടോ. 300 റുപ്യ. നല്ല സ്റ്റീലിന്റെ ഇതാണ്. 300 റുപ്യ ഇതിന്റെ റേറ്റ് ഉള്ളു. ഇപ്പോ ഇത് 500ഓളം റേറ്റ് ഉണ്ട്. ഇത് 300 ഉള്ളു. ഇത് ഫ്ലാസ്കും വരും, 3 ഗ്ലാസ് എല്ലാം കൂടെ കൂടിയിട്ടാണ് ഇത് ഇങ്ങനെ സെറ്റ് ആയിട്ട് വരുന്നത്. 300 റുപ്യ, 300 റുപ്പീസ് വിത്ത് ഷിപ്പിങ് എല്ലാം കൂടിയിട്ട്. അതെ, വിളിച്ചാൽ മതി, നമ്മൾ ഫ്രീ ഡെലിവറി തരാം. അതേപോലെ ഇതെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എഗ് ബോയിലിംഗ് ആണ്. ഇപ്പൊ നമ്മള് കേരളത്തിൽ നമ്മള് മുട്ട കഴിക്കാത്ത ആൾക്കാരില്ല. എന്തായാലും നമ്മൾ ഒരു ടിഫിനായിട്ട് തന്നെ ഒരു 4 മുട്ട കഴിച്ച് പോണാണ്. അപ്പൊ അതുപോലെ എല്ലാവർക്കും ഇത് എഗ് ബോയിലിംഗ് ആണ്. ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് കൊണ്ട് അതിന് ഇൻഡിക്കേഷൻ കാണിക്കും. അത്ര തന്നെ ഉള്ളു. അത് പെട്ടെന്ന് നമുക്ക് എഗ് ബോയിൽ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണിത്. ഇതുപോലത്തെ എഗ് ബോയിലർ ആണ്. ഇതിൽ നമ്മൾ ഈ ടോപ്പണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതില് ഇതേടാ, ഇത് നമ്മൾ ഇങ്ങനെ എടുക്കാം. ഇത് 7 മുട്ട വെക്കാം. ഇതിൽ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതായത് ഏകദേശം ഞങ്ങൾ ഇതാണ്ടാ ഇതുപോലത്തെ അളവിൽ ഒരു 2 കപ്പ് ഒഴിച്ചാൽ മതി. അത്രേ വേണ്ടുള്ളൂ ഇതിന് വെള്ളം. കുറച്ച് ഒഴിച്ചാൽ മതി. ഫുള്ളും വെള്ളം ഒഴിക്കണമെന്നില്ല. കുറച്ചുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ഇതിങ്ങനെ മേലോട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ട് കണ്ട 1 2 3 4 5 6 7 മുട്ട. 7 മുട്ട ഒന്നിച്ചാണ്ട് ഇതാക്കാം. 5 മിനിറ്റ് കൊണ്ട് അതിനെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആക്കി ഇൻഡിക്കേഷൻ കാണിക്കും. ഇതാണ്ട് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതൊന്നും ഉരുകൂല.
അതൊരുല ഇതിലൂടെ സ്റ്റീം പുറത്ത് പോകും, കുഴപ്പമില്ല. ഇതിങ്ങനെ വെച്ചു കൊടുത്താൽ മതി. ഇത് നല്ലൊരു എഗ് ബോയിലിംഗ് സിസ്റ്റം ആണത്. ഇത് ഓൺ ചെയ്യാം, ഇത് ഓഫ്. ഇത് നമുക്ക് 750 800 റേറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ഇവിടെ തരുന്നത് 490 ഓക്കെ, 490 ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നമ്മൾ ചെയ്തുതരാം. ആർക്ക് വേണമെങ്കിലും ഓർഡർ ചെയ്തോളൂ. നല്ലൊരു ഗുഡ് പ്രോഡക്റ്റ് ആണ്, നല്ല പ്രോട്ടീൻ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. ഇതിൽ ഇത് മാത്രമല്ല, നിങ്ങൾ ഉരുളക്കിഴങ്ങ് വേവിക്കാനുള്ളത്, ഇപ്പൊ നമ്മള് പൂരിക്കൊക്കെ മസാല ചെയ്യണമെങ്കിൽ അതിനും യൂസ് ചെയ്യാം. അതെ, കുട്ടികൾക്ക് ക്യാരറ്റ് കിഴങ്ങ്, അതേപോലെ ക്യാരറ്റ് വേവിച്ചിട്ട് നമ്മൾ ബേബി ഫുഡ് അടിച്ചു കൊടുക്കാൻ, അതേപോലെ ആപ്പിൾ വേവിച്ച് ബേബി ഫുഡ് അടിച്ചു കൊടുക്കാം. അങ്ങനത്തെ ഇതിനൊക്കെ ചെറുതായിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ഉണ്ടാക്കാം. അതേപോലെ നമ്മളിപ്പോ ഒന്നുമില്ല, ഇത് മറ്റേ നേന്ത്രപ്പഴം പിഴുങ്ങണമെങ്കിൽ അതും ചെയ്യാം. നേന്ത്രപ്പഴം കട്ട് ചെയ്തിട്ട് വെക്കണമെങ്കിൽ ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നേക്ക് തന്നെ ഒരു പഴം കട്ട് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കൊടുക്കണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. വെള്ളമൊന്നും ഇത് അധികം എടുക്കണ്ട. അതെ അതെ, പെട്ടെന്നുണ്ടാവും. ഒരു 5 മിനിറ്റ് കൊണ്ട് പഴം വീഴും. പഴം ഫുള്ളും പിഴുങ്ങിയെടുക്കാം. അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളാണ് സാധനം. സിമ്പിളാണ്, നമുക്ക് കിച്ചണിൽ എപ്പോഴും മിക്സ് വെക്കണ പോലെ വെക്കാൻ പറ്റിയ ഒരു സാധനമാണ്. എന്തും നമ്മൾ ബോയിൽ ചെയ്തിട്ട് പെട്ടെന്ന്, അതെ, ഇപ്പൊ കുറച്ച് സ്പേസ് മതി. വളരെ യൂസ്ഫുൾ ആണ്. എന്ത് സ്നാക്സ് നമ്മള് ഓവിൽ വെച്ചിടും. അതേപോലെ നിലക്കടല കുറച്ച് മേലിട്ടിട്ടുണ്ടെങ്കിൽ അതും എന്തിടും. അത് വലിയവരായാലും ചെറിയ കുട്ടികളായാലും നല്ല ഒരു വിറ്റാമിൻ എയുടെ ഒരു പ്രോഡക്റ്റ് ആണ്. ഇതൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് വന്നേക്ക് തന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഒരുപാട് സ്നാക്സുകൾ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഞാൻ കുറച്ചേ പറഞ്ഞോളൂ. നിങ്ങൾ ചെയ്യണവരാണെങ്കിൽ ഒരുപാട് ചെയ്യാൻ പറ്റും. അത് നല്ല ചെയ്യാനുള്ള തീർച്ചയായിട്ടും ഒരു വീട്ടിലേക്ക് വേണ്ട സാധനമാണ്. അതെ, നല്ല യൂസ്ഫുൾ ആണ്. ഇപ്പോൾ നമ്മൾ തരുന്നത് 490 ഉള്ളൂ. അതെ, ഇത് നല്ലൊരു വർത്ത് ഫുൾ പ്രോഡക്റ്റ് ആണ്. ഇതിപ്പോ 490 ഉള്ളൂ. വിത്ത് ഷിപ്പിങ്ങോട് കൂടി ഞാൻ തരാം. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ. ഓക്കെ, ഉണ്ട് കളറില്ല, കളറുകൾ തരാം. 3-4 കളറുകളുണ്ട്. കളർ ഫേവർ ആണെങ്കിൽ കളർ ഫേവർ ചോദിച്ചോളൂ. ഉണ്ടെങ്കിൽ ഞാൻ തരാം. ഇല്ല അതിനനുസരിച്ചില്ല. വേറെ കളർ ഉണ്ട്. കളറുകളൊക്കെ 4-5 ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്താ കളർ വേണ്ടിച്ചാ ചോദിച്ചോളൂ. വീഡിയോക്ക് ലെങ്ത് കൂടുതലായതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി നമുക്ക് വേറെപ്പെട്ട ഐറ്റംസുകൾ തന്നെയാണ് അടുത്ത പാർട്ടിലും വരുന്നത്. അതുകൊണ്ട് തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ കാണുന്നതിനൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.